ഇന്ത്യൻ ആരോഗ്യരംഗത്തിന്റെ ഹൃദയത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നൊരു പുതിയ ആരോഗ്യശാഖ ആ മനുഷ്യൻ എഴുതി ചേർത്തു. ലോകം അയാളെ ഇന്ത്യൻ പാലിയേറ്റീവ് കെയറിന്റെ പിതാവ് എന്ന് വിളിച്ചു. ഡോക്ടർ എം.ആർ. രാജഗോപാൽ. അവനവന്റെ വീട്ടിൽ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധുവോ അവർക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ ആരായിരിക്കും ശുശ്രൂഷ ചെയ്യുന്നത്? ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രിയിലും ഒക്കെ അല്ലേ? പക്ഷെ ആകെയുള്ള ഹെൽത്ത് കെയറിന്റെ ഏതാണ്ട് 4/1 മുതൽ 3/1 വരെ ഭാഗം മാത്രമേ ഡോക്ടർമാരും നഴ്സുമാരും മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് ചെയ്യുന്നുള്ളൂ. ചെയ്യുന്നത് കുടുംബം, അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ ഒക്കെ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെയോ കുടുംബത്തിലെയോ അംഗമെന്നുള്ള നിലയിൽ നിങ്ങൾക്കുള്ള അറിവ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ചികിത്സയിൽ ഒരു പ്രധാന കാര്യമാവും. ഇപ്പോൾ സാധാരണ ഒരു വ്രണമുണ്ട്, കുറെ അധികം കാലം മരുന്ന് വെച്ച് കെട്ടണം, ആരായിരിക്കും ചെയ്യുക? അപ്പോൾ അത് പലപ്പോഴും ചെയ്യുന്നത് കുടുംബാംഗങ്ങളെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആശുപത്രിയിൽ നിന്ന് ഒരു പ്രാവശ്യമായിരിക്കും കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരല്പം വോളണ്ടിയേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് ഇത്തരം കാര്യങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സംതൃപ്തിയും നിറയട്ടെ. ഒരുപാട് മനുഷ്യർക്ക് നന്മ ചെയ്യാനും അതുവഴി സ്വന്തം ജീവിതത്തിനെ ഒരുപാട് സമ്പന്നമാക്കാനും നിങ്ങൾക്ക് കഴിയുമാറാട്ടെ. നിങ്ങളുടെ പഠനത്തിനും പിന്നീടുള്ള പ്രവർത്തനത്തിനും ഞാൻ വിജയാശംസകൾ തരുന്നു. നമസ്കാരം. പാലിയേറ്റീവിൻ്റെ ഏറ്റവും പ്രിയങ്കനായ എം.ആർ. രാജഗോപാൽ സാറാണ് നമ്മളോട് സാറിൻ്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ABCD എനിബഡി ക്യാൻ ബി എ ഡോക്ടർ, അതിൻ്റെ കോൺസെപ്റ്റ് റിവീലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ കോൺസെപ്റ്റ് റിവീലേക്ക് കടക്കാം.